മഞ്ഞക്കിളി സ്വർണ്ണക്കിളി മൈപ്പീലിക്കാട്ടിലെ വർണ്ണക്കിളി. അതാ എന്താ ഉദ്ദേശം? വീഡിയോ ചെയ്യണ്ടേ? എന്താ പാട്ടല്ലോ? മഞ്ഞ മഞ്ഞ സെയിം സെയിം അല്ലേ? മഞ്ഞക്കിളികള് ശരിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പാട്ട് പാടിയാൻ വന്നല്ലോ. ഇന്ന് നമ്മൾ എന്ത് വീഡിയോ കൊണ്ട് വന്നാണ്? കുക്കിംഗ് വീഡിയോ. മറന്നുപോയി കുട്ടിക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എല്ലാരും ഈ ഒരു അല്ലൂസ് ഫാമിലിക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും അല്ലൂസ് ഫാമിലിക്ക് സ്വാഗതം. നമുക്ക് ഇന്നലെ കുറച്ച് കൂടുതൽ അയില അങ്ങ് കിട്ടിയല്ലോ. അച്ഛൻ അയില ഇങ്ങ് കൊണ്ടെത്തന്നപ്പോ അമ്മക്കും അല്ലുവിനും ശരി, അല്ലു അച്ഛനും കൂടി പോയിട്ട് വാങ്ങിയതാ. അപ്പൊ അല്ലു അച്ഛനും കൂടി പോയിട്ട് കുറച്ച് അയിലയൊക്കെ കൊണ്ടുവന്നപ്പോ നമുക്കൊരാഗ്രഹം, അയില കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കണം അല്ലേ? അച്ഛനും കൊണ്ടുവരുമ്പോ കുറച്ച് ഞങ്ങള് മീനും ചോറിന് മീനും വെക്കും. ഇടക്കിടക്ക് നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം ഇന്ന് ഞങ്ങള് ഒരു ഫിഷ് കട്ട്ലേറ്റിന്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നത്. അല്ല എത്ര എണ്ണം കഴിക്കും? മൂന്നര കഴിച്ചിട്ടുണ്ട്. നേർക്കിരിക്ക് കാണട്ടെ. മഞ്ഞക്കുപ്പാലിട്ട് നല്ല സുന്ദരമായി. അത് ടേസ്റ്റ് ഉണ്ട്. അല്ലു പറഞ്ഞാ പിന്നെ ഒരു അപ്പീലുമില്ല. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം നമുക്ക് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ അയില കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ചിക്കനോ മട്ടനോ അല്ല, അയില തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 6 അയില എടുത്തിട്ടുണ്ട്. തലയും അതിൻ്റെ വാലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് അതിനെ പുഴുങ്ങിയെടുക്കണം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അയില നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കട്ട് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ആ 2 സവാളയും കുനുകുനാന്നരിഞ്ഞ് വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെക്കുക. 12 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ട് ചതച്ച് വെക്കുക. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ആവശ്യത്തിന് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി സെറ്റാക്കി വെക്കുക. പിന്നെ വേണ്ടത് 3 ഉരുളക്കിഴങ്ങാണ്. അത് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അയില ചൂടൊക്കെ ആറിയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനെ എടുത്തിട്ട് നമുക്ക് മുള്ളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അത് ഇറച്ചി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. മുള്ളൊക്കെ കളഞ്ഞ് ഞാനൊരു പ്ലേറ്റിലേക്ക് അയിലയുടെ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. മുള്ളൊന്നും കാണുന്നില്ലല്ലോ? ഓക്കെ, ബാക്കി വരുന്ന വെള്ളം, നമ്മൾ വേവിച്ചെടുത്ത വെള്ളം കളയണ്ട. മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലക്ക്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഉള്ളീനെ വാട്ടിയെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഉള്ളി വേഗത്തിൽ വാടി കിട്ടും. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അയില മീനില്ലേ, മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിനെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിലപ്പോൾ മസാല ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫീൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അയിലയുടെ വെള്ളമില്ലേ, വേവിച്ചെടുക്കുമ്പോൾ ഉള്ള വെള്ളം, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർക്കേണ്ട. അപ്പം ഒരുപാട് വെള്ളം പോലെ ആയിപ്പോൾ മസാല അധികം ലൂസ് ആവാനും പാടില്ല, കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. അപ്പോൾ ഏകദേശം നോക്കിയിട്ട്
വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നോക്കിയിട്ട് ഉപ്പുണ്ട്, നമ്മൾ അയിലക്കും പിന്നെ എന്താണ് ഉരുളക്കിഴങ്ങിനും ഉള്ളിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ്. നമുക്ക് 3 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മസാലയിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് നമ്മളെ മസാലയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം, മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളകും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് കട്ട്ലറ്റ് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അടപ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഉരുട്ട പോലെ എടുത്തിട്ട് ഈ ഒരു അടപ്പിൽ ഇങ്ങനെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചൊന്ന് തട്ടിക്കൊടുത്താൽ ഈ ഒരു ഷേപ്പിൽ അങ്ങ് കിട്ടിക്കോളും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അടുത്തത് വേണ്ടത് 3 മുട്ട നന്നായിട്ട് പൊട്ടിച്ചടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് പൊടിയുമാണ്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലറ്റിൻ്റെ കൂട്ട് ഈ മുട്ടയിലും ബ്രെഡ് പൊടിയിലും നന്നായിട്ട് മുക്കിയെടുക്കുക. ഇത് ബ്രെഡ് പൊടി നന്നായിട്ട് തേച്ച് കൊടുക്കണേ. അങ്ങനെ ബാക്കിയുള്ളതും കൂടിയും നമുക്കിതുപോലെ തന്നെ മുട്ടയിലും ബ്രെഡിലും കൂടിയിട്ട് മുക്കിയിട്ട് സെറ്റാക്കി വെക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിനെ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച നമ്മളെ ബ്രെഡിലൊക്കെ മുക്കി വെച്ച ഈ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ ഇതിനെ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ മേളിൽ വെച്ച് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും. അല്ലപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൂപ്പറാണെന്നാ അല്ലൂട്ടം പറയുന്നേ. അങ്ങനെ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോളൂ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ചൂടുള്ള കട്ട്ലേറ്റും അതുപോലെ തന്നെ ചൂടുള്ള കട്ടൻ ചായയും കൂടി കഴിക്കാൻ സൂപ്പറാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പണച്ചിലവുള്ള സംഭവമോ അല്ലെങ്കിൽ ഒരുപാട് സമയച്ചിലവോ ഒന്നുമില്ല. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എല്ലാരും ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന കണ്ടല്ലോ. കഴിക്കാൻ കൊതിയുണ്ടോ? നിന്നോടല്ല, ഓരോടി. നീ കഴിച്ചില്ലേ? ഓക്കെ, അല്ലു കഴിച്ചു കഴിഞ്ഞിട്ടാ. അപ്പോൾ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അയിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അച്ഛമ്മ കൊടുത്തത് ഓൻ അടിച്ചു മാറ്റിയല്ലേ. ഓക്കെ, അപ്പം അയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. പിന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇതിന് ആവശ്യമില്ല അല്ലേ. സിമ്പിളായി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ വേഗം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായമൊക്കെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. പിന്നെന്താണ്, ഇനി ഞങ്ങൾ കുറേ വീഡിയോസ് ആയിട്ട് വരും. കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കൊണ്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.